സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കറന്റ് അഫയേഴ്സ് 68 എന്ന വീഡിയോയിൽ കേരള നവോത്ഥാന നായകരിൽ ചിലരെയെല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. ഇനി നമുക്ക് ഈ വീഡിയോയിൽ, അതായത് കറന്റ് അഫയേഴ്സ് 69 എന്ന വീഡിയോയിൽ ഒന്നാമതായി കേരള നവോത്ഥാനത്തിന്റെ വഴികാട്ടിയായത് ആരാണ് എന്ന് പരിചയപ്പെടാം. ഒന്നാമതായി വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ 1809 1851 കാലഘട്ടത്തിലാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിള, അതായത് സ്വാമി തോപ്പ് എന്ന സ്ഥലത്ത് ജനിച്ചു. മുടിചൂടും പെരുമാൾ എന്ന പേര് സവർണരുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. പിന്നീട് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിച്ചു. അവർണരുടെ അവശതകൾക്കും രാജഭരണത്തിന്റെ അനീതികൾക്കുമെതിരെ 1836 ശുചീന്ദ്രത്തിൽ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക സംഘടനയായ സമത്വ സമാജം രൂപവത്കരിച്ചു. തിരുവിതാംകൂർ രാജഭരണത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും വിശേഷിപ്പിച്ചു. സ്വാതി തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്തെ ശിങ്കാരത്തോപ്പ് ജയിലിൽ തടവു ജീവിതം അനുഭവിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴി അല്ലെങ്കിൽ പാത്ത് ഓഫ് ഫാദർ എന്ന ചിന്താ പദ്ധതി അവതരിപ്പിച്ചു. നിഴൽ താങ്കൾ എന്ന പേരിൽ ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കുന്നതിനായി മുതിരിക്കിണർ കുഴിച്ചു. മേൽമുണ്ട് സമരത്തിനു പ്രചോദനം പകർന്നു. അഖിലത്തിരട്ട്, അരുൾ നൂൽ എന്നീ തമിഴ് കൃതികൾ അദ്ദേഹം രചിച്ചു. കേരളീയ നവോത്ഥാനത്തിന്റെ വഴികാട്ടി എന്നും അറിയപ്പെടുന്നു.